എനിക്ക് ചോദിക്കട്ടെ. അതെ, ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക, എന്നിട്ട് വേണം ശ്രീനിവാസനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ. ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച്. എന്റെ അച്ഛനാണ്. മ്യൂസിക് കുട്ടികൾക്കൊക്കെ അറിയാം. എനിക്കൊന്ന് കണ്ണു തെളിയാൻ ഇത് നല്ലതാ ദേവേട്ടാ. ശ്രീനിവാസന്റെ മകനല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കില്ല. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. അത് സത്യമാണ്, സത്യമാണ്. ആ സത്യമാണ്. അതിൽ കൂടുതൽ സത്യമുണ്ട്. ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. ഈ ഹിപ്പോക്രൈറ്റ്, റെസിലിയൻസ്, ഇങ്ങനെയുള്ള ചില വാക്കുകൾ 3 പ്രാവശ്യം എൻട്രൻസ് തോറ്റ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല. ആശാനെ, ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. 3 പ്രാവശ്യം എൻട്രൻസ് തോറ്റ ഒരാൾ പറഞ്ഞത് ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? അല്ല, ഓഡിയൻസിനെ കയ്യിലെടുത്തുകൊണ്ട് അവരൊക്കെ കൈയടിച്ച് ഇടക്കിടക്കിടക്കെ എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ അതവരടിക്കും. മോനെ, വയസ്സിന് മൂത്ത ആൾക്കാരൊന്ന് ബഹുമാനിക്കുന്നത് നല്ലതാണ്. ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക, എന്നിട്ട് വേണം ശ്രീനിവാസനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ. വിസ്ഡം എന്നെ പറ്റി ഷേക്സ്പിയർ പറഞ്ഞ മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. പിള്ള ചവിട്ടാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച്. അതെന്തായാലും ഇല്ല. അതല്ല ഉദ്ദേശം. ശ്രീനിവാസൻ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ. എന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം. എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ്. പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും. അത് അച്ഛനും ആയിക്കോട്ടെ, മോനായിക്കോട്ടെ. അപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് എതിരഭിപ്രായമുണ്ട്. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നല്ലാതെ ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ, അതുപോലെ എന്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല. അതാണ് ചേട്ടനും എന്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം. ഞാനത് ചോദിക്കരുതായിരുന്നു. വല്ലപ്പോഴും അച്ഛനൊന്നും ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ. അത് സമ്മതിക്കില്ല. അപ്പോഴേക്കും എവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കേൾക്കുള്ളൂ. ഈ സിനിമയുടെ ഒന്നും പറഞ്ഞായിരുന്നു ജീവൻ തൊലയ്ക്കാതെ വല്ല സ്ഥിരം ജോലി വല്ലതും ചെയ്ത് ജീവിച്ചുകൂടെ? സമാധാനമായി. ഇന്നും ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞല്ലോ.